കേരളത്തിൽ പോലീസുകാർക്കിടയിൽ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തുടങ്ങി താഴോട്ട് എസ് ഐ, സബ് ഇൻസ്പെക്ടർ മുതൽ പിന്നെ കോൺസ്റ്റബിൾമാരായിട്ടുള്ള വിവിധ തസ്തികയിലുള്ള പോലീസുകാർക്കിടയിൽ ആത്മഹത്യ കൂടുന്നു. അതിന് പ്രധാനമായിട്ടുള്ളൊരു കണ്ടെത്തലെന്ന് പറയുന്നത് പോലീസുകാർക്കിടയിൽ അവർക്ക് സ്ട്രെസ്സുണ്ട്, അവർക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ട്, ജോലിഭാരം കൂടുതലാണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. പിന്നെ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ നോക്കാൻ കഴിയാത്തതുകൊണ്ടോ വീട്ടിലുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു. അത് സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്യുന്നു, വീട്ടിൽ പോയി ആത്മഹത്യ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ അതിങ്ങനെ വർദ്ധിച്ചു വരുന്നു, അനുദിനം വർദ്ധിച്ചു വരുന്നു. അത് പ്രത്യേകിച്ച് ഇത് നേരത്തെ ഈ പരാതി ഉണ്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ പരാതി ഉണ്ട്. പോലീസുകാർക്ക് ഡ്യൂട്ടി ഭാരം കൂടുതലാണ്, സമ്മർദ്ദം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി ഈ പോലീസ് സംഘടനകൾ തന്നെ പല പതിറ്റാണ്ടുകളായിട്ടുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇപ്പോൾ ദിവസേന അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു പോലീസുകാരൻ്റെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആത്മഹത്യ ചെയ്യുന്നൊരു സംഭവം പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്നു. അത് പൊതുസമൂഹം അത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പോലീസുകാരുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ജോലിഭാരം കുറച്ചിട്ട് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് ഒരു ചോദ്യചിഹ്നമായിട്ട് ഭരണാധികാരികളെ അസ്വസ്ഥപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ IG എന്നുള്ളൊരു തസ്തികയിൽ നിന്നും DGP പദവി വരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഇരു മുന്നണികൾ, അത് ഇടതും വലതുമായിട്ടുള്ള മുന്നണികൾ അധികാരത്തിൽ മാറി മാറി വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ കാലം DGP ആയിരുന്ന ശ്രീ MK ജോസഫ്, അദ്ദേഹം പരേതനാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തെ ആയിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു ആൻ്റണി സർക്കാരാണെന്ന് തോന്നുന്നു, AK ആൻ്റണി സർക്കാരാണെന്ന് തോന്നുന്നു, അദ്ദേഹം MK ജോസഫ് കമ്മീഷൻ തന്നെ നിയോഗിച്ചിരുന്നു. എങ്ങനെ പോലീസുകാരുടെ ജോലിഭാരം കുറയ്ക്കാം, എങ്ങനെ പോലീസുകാർക്ക് ഇത്തരം സമ്മർദ്ദങ്ങളിൽ നിന്നും അവർക്ക് രക്ഷ നേടാം, മാനസിക പിരിമുറുക്കത്തിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. അത് ഇപ്പോഴും എല്ലാ സർക്കാരിൻ്റെയും കയ്യിൽ, കഴിഞ്ഞ് മാറി മാറി വന്ന സർക്കാരുകൾക്ക് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഇങ്ങനൊരു ആക്ഷേപം വന്നിരുന്നു. അതെങ്ങനെ ഒരു കുറ്റാന്വേഷണം നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ എങ്ങനെ കുറ്റാന്വേഷണം തുടരും എന്നൊക്കെയുള്ളൊരു പ്രശ്നം. ഒരു സ്റ്റേഷനിലെ ചാർജുള്ള ഒരു പോലീസ് ഓഫീസർക്ക് എങ്ങനെ അതിൻ്റെ നടത്തിപ്പ്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ നടത്തിക്കും. 3 ലോ ആൻഡ് ഓർഡർ എങ്ങനെ സംരക്ഷിക്കും. അങ്ങനെ ജോലിഭാരം ഡിവൈഡ് ചെയ്ത് 3 രീതിയിലേക്ക് പോലീസിനെ വിന്യസിപ്പിച്ചുകൊണ്ട് എങ്ങനെ ശക്തമായ, എങ്ങനെ സുതാര്യവും എന്നാൽ കുറ്റമറ്റതുമായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു പോലീസ് സംവിധാനം നടപ്പിലാക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ഒരു നല്ലൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിന് 3നെയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3നെയും കാറ്റഗറൈസ് ചെയ്തു. സ്റ്റേഷൻ ഭരണം, കുറ്റകൃത്യങ്ങൾ അന്വേഷണം, പിന്നെ ലോ ആൻഡ് ഓർഡർ. അങ്ങനെ 3നെയും 3ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കാണുകയും അത് ഷെഡ്യൂൾ ചെയ്ത് ഓഫീസർമാരെയും ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്കീം അദ്ദേഹം കൊടുത്തിരുന്നു. അത് പക്ഷേ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അന്നും MK ജോസഫ് കമ്മീഷൻ വരുമ്പോൾ പോലും അദ്ദേഹത്തിനോട് പോലും ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് പോലീസ് സംഘടനകൾ പറഞ്ഞത് ഞങ്ങൾക്ക് ജോലിഭാരം കുറയ്ക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ആവശ്യത്തിന് സേനയിൽ അംഗങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അസംബ്ലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു, യോഗ ആളുകളുടെ പിരിമുറുക്കം, സ്ട്രെസ്സ്, ഈ പറഞ്ഞ സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ നല്ലതാണ്. പോലീസുകാരുടെ സമ്മർദ്ദം കുറയ്ക്കുന്ന, പിരിമുറുക്കം കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ എങ്കിൽ പോലും പോലീസ് സേനയിലെ അംഗബലം കൂട്ടിക്കൊണ്ട് ഈ MK ജോസഫ് റിപ്പോർട്ട്, MK ജോസഫ് കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് സേനയെ 3ആയി ഡിവൈഡ് ചെയ്ത് കുറ്റമറ്റതായി എഫിഷ്യൻ്റായിട്ടുള്ള ഒരു സേനയായിട്ട് ഇതിനെ മാറ്റുന്നതിന് ഉള്ള തീരുമാനം ഇതുവരെ സർക്കാർ പറഞ്ഞിട്ടില്ല. സർക്കാർ ഇതിലെ സ്ട്രെങ്ത് കൂട്ടുമ്പോൾ, പോലീസുകാരുടെ എണ്ണം കൂട്ടുമ്പോൾ, സേനയിലെ അംഗബലം കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതയിലാണ് സർക്കാരിനെ ഏറ്റവും പിന്നാക്കം അടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം തന്നെ ഈ സേനകൾ തന്നെ, ഈ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന, ഈ കുറ്റകൃത്യം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേഷൻ ഭരണം നടത്തുന്ന, ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ട് വളരെ ഡിവൈഡ് ചെയ്ത് വളരെ എഫിഷ്യൻ്റായിട്ടാണ് കാര്യങ്ങൾ നടത്തിപ്പോകുന്നത്. അതിവിടെ നടപ്പിലാക്കാൻ നമുക്ക് തടസ്സമൊന്നുമില്ല. നമുക്ക് മാതൃകകളുണ്ട്. MK ജോസഫ് എന്ന് പറയുന്ന അത് വളരെ വളരെ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇത്തരത്തിൽ സ്കോട്ട്ലൻഡ് യാർഡിലൊക്കെ പോയി പഠിക്കുകയും വിദേശ പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടെല്ലാം തന്നെ പ്രാവർത്തികമാക്കാൻ പ്രയാസമില്ല. ഈ ഒരു സാമ്പത്തിക ബാധ്യത എന്നുള്ള ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരെ ആത്മഹത്യയ്ക്ക് വിടുന്ന ഈ പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു രീതി സർക്കാർ അവലംബിക്കുന്നത്
മോശമാണ്. കേരള സർക്കാരിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പോലീസിൻ്റെ എഫിഷ്യൻസിയെക്കുറിച്ച് പൊതുവെ ഇന്ത്യയിലെ മറ്റ് 28 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറികളിൽ ഉള്ള പോലീസ് സംവിധാനത്തെക്കാളും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാര്യക്ഷമതയുള്ള ഒരു പോലീസ് സമൂഹമാണ്, ഒരു പോലീസിൻ്റെ ഒരു 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 ഫോഴ്സാണ് കേരളത്തിനുള്ളത്. അതിൻ്റെ പേര് കളങ്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്.